ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാഡമിയുടെ ഫ്രീ ഫോറക്സ് യൂട്യൂബ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറക്സിൽ എന്താണ് സ്വാപ്പ് ചാർജസ്, എന്തൊക്കെയാണ് സ്വാപ്പ് ചാർജസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും കൂടുതലായിട്ട് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്: സ്പ്രെഡ്, കമ്മീഷൻ, ലിവറേജ്. പക്ഷേ ബിഗിനേഴ്സ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു ചാർജ് ഉണ്ട്, സ്വാപ്പ് അല്ലെങ്കിൽ റോൾ ഓവർ ചാർജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്വാപ്പ് എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു ട്രേഡർ എന്ന നിലയിൽ സ്വാപ്പിനെ നമ്മൾ എങ്ങനെ കാണണം എന്നീ ലളിതമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു ഫോറക്സ് ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയ തുക ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ തുക മൈനസ് ആവുകയോ ആയിട്ട് നമുക്ക് അക്കൗണ്ടിൽ കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് സ്വാപ്പ് അല്ലെങ്കിൽ റോൾ ഓവർ ഫീ എന്ന് പറയുന്നത്. ഒരു ദിവസം തന്നെ ട്രേഡ് ക്ലോസ് ചെയ്യുന്ന ഇൻട്രാഡേ ട്രേഡേഴ്സിന് ഇത് ബാധകമല്ല. പക്ഷേ സ്വിംഗ് ട്രേഡേഴ്സ്, പൊസിഷണൽ ട്രേഡേഴ്സ് എന്നിവരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ദിവസങ്ങൾ കഴിയുന്തോറും ഈ ചാർജസ് കൂടിക്കൂടി വരും. അതുകൊണ്ട് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വാപ്പ് ചാർജസ് നോക്കുന്നത് വളരെ നല്ല ശീലമാണ്. ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ഒരു കറൻസി മാത്രം വാങ്ങുന്നില്ല. എപ്പോഴും ഒരു കറൻസി വാങ്ങുമ്പോൾ മറ്റൊരു കറൻസി കൂടി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോരോ രാജ്യത്തിന്റെ കറൻസിക്കും അതാത് സെൻട്രൽ ബാങ്കുകൾ നിശ്ചയിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും. ഈ രണ്ട് കറൻസിയുടെയും ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിലുള്ള പ്രധാന വ്യത്യാസമാണ് സ്വാപ്പ് ചാർജസ് വരാനുള്ള കാരണം. ഉദാഹരണത്തിന്, നിങ്ങൾ വാങ്ങുന്ന കറൻസിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് സ്വാപ്പ് ചാർജ് ലഭിക്കും. മറിച്ച് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള കറൻസി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സ്വാപ്പ് ചാർജസ് വരും. അതായത് സ്വാപ്പ് എന്നത് റാൻഡം ചാർജ് അല്ല, അതിന് പിന്നിൽ ഒരു സാമ്പത്തിക കാര്യമുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസ് മാത്രം നോക്കിയാൽ സ്വാപ്പ് ചാർജസ് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. കാരണം ബ്രോക്കേഴ്സിനും ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിനും അവരുടെ ഓൺ ചാർജസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവ് സ്വാപ്പ് ലഭിക്കേണ്ട ഒരു ട്രേഡ് യഥാർത്ഥ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അത്ര പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. ചില ബ്രോക്കേഴ്സിൽ പോസിറ്റീവ് സ്വാപ്പ് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ രണ്ട് ഭാഗത്തും നെഗറ്റീവ് സ്വാപ്പ് കാണാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രോക്കർ നൽകുന്ന സ്വാപ്പ് ചാർജസ് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബിഗിനേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ട്രിപ്പിൾ സ്വാപ്പ് ഓൺ വെനസ്ഡേ. സാധാരണമായി സ്വാപ്പ് ദിവസേന കണക്കാക്കും. പക്ഷേ ബുധനാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ട്രേഡ് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ചില കറൻസി പേയേഴ്സിന് 3 ദിവസത്തെ ചാർജസും അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഫോറക്സ് മാർക്കറ്റിന്റെ സെറ്റിൽമെന്റ് സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ട് സ്വാപ്പ് ചാർജസ് കൂടുതലുള്ള കറൻസി പേയേഴ്സ് ബുധനാഴ്ച ഹോൾഡ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഒരു ട്രേഡ് നിങ്ങൾ ദിവസങ്ങളോളം ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എൻട്രി പോയിന്റ് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തെ കാര്യം, സ്വാപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. 2, ബ്രോക്കർ എത്ര സ്വാപ്പ് ചാർജ് ചെയ്യുന്നു. 3, നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എത്ര ദിവസം ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 4-മത്തതും അവസാനത്തതും, സ്വാപ്പ് കാരണം നിങ്ങളുടെ പ്രോഫിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ടോ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ചാർജസ് ഒഴിവാക്കാനായിട്ട് കഴിയും. സ്വാപ്പ് എന്നത് ഫോറക്സ് ട്രേഡിങ്ങിലെ ഒരു ചെറിയ ഡീറ്റെയിൽ അല്ല. പ്രത്യേകിച്ച് സ്വിംഗ് ട്രേഡേഴ്സിനും ഒരു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനും ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്വാപ്പ് ചാർജസിനെ കുറിച്ചിട്ടാണ്. ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോഴുള്ള ചാർജ്, അതുപോലെ തന്നെ ബുധനാഴ്ച ഹോൾഡ് ചെയ്യുമ്പോൾ വരുന്ന ട്രിപ്പിൾ ചാർജസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കോണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കണമെങ്കിൽ ഈ കാണുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.